മുണ്ടക്കുളം ജാമിയ ജലാലിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തഫ്സീറുൽ ഖുർആൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സെമിനാർ ഡിസംബർ 21-നും 22-നും നടക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖർ പങ്കെടുക്കും. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി മുണ്ടക്കുളം ജാമിയ ജലാലിയയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തഫ്സീറുൽ ഖുർആൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സെമിനാർ ഡിസംബർ 21-22 തീയതികളിൽ നടക്കും. 21-22 തീയതികളിൽ ഒരു അന്തർദേശീയ സെമിനാർ, ഒരു ഖുർആൻ സമ്മേളനവും നമ്മുടെ ഈ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ പത്രപ്രവർത്തകരായ നിങ്ങളുടെ ഒരു പിന്തുണ ഞങ്ങൾ ഈ സന്ദർഭം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം കേവലം ഞങ്ങളുടെ പരിപാടിയുടെ ഒരു പരസ്യം നിങ്ങളുടെ മാധ്യമത്തിൽ വരിക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം ഖുർആനിൽ ആഴത്തിലുള്ള ഗവേഷണമാണ് ലക്ഷ്യം. എന്തുകൊണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഖുർആൻ ലോകത്തോട് മൊത്തത്തിൽ സംവദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് അത് ശരിയായ അർത്ഥത്തിൽ ശരിയായ വഴിയിൽ പഠിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് പല ഗുരുതരമായ തെറ്റായ വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. 21-ന് രാവിലെ 9 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന 2 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ ദേശീയ അന്തർദേശീയ ഖുർആൻ പണ്ഡിതർ പങ്കെടുക്കും. വിവിധ ഖുർആൻ ഗവേഷണ സ്ഥാപന പ്രതിനിധികളുടെ പ്രബന്ധ അവതരണം, ഇരിത്താക്ക്, ഉലമ കൗൺസിൽ രൂപീകരണം, ഗവേണിംഗ് ബോഡി അംഗങ്ങളുടെ വെൽവിഷേഴ്സ് സമ്മിറ്റ്, തഫ്സീറുൽ ഖുർആൻ സമ്മേളനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനത്തിൻ്റെ ഇർത്താക്ക് എന്ന ആ പദ്ധതിയുടെ കീഴിൽ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസും സെമിനാറുമൊക്കെ 21-22 തീയതികളിൽ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളും ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ വിവരിക്കുക. 22-ന് വൈകിട്ട് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന തഫ്സീറുൽ ഖുർആൻ സമ്മേളനം സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് സമാപന പരിപാടി. സമാപന ചടങ്ങ് സമ്മേളനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് തഫ്സീർ സമ്മേളനം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിദേശ പ്രതിനിധികൾ അടക്കമുള്ളവർ, പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഉലമ സമിതി ഇപ്പോൾ രൂപീകരിക്കാൻ പോകുന്നുണ്ട്. SMIC മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മാനു തങ്ങൾ വെള്ളൂർ, ജലാലിയ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ജനറൽ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ദാരിമി, ട്രഷറർ KP ബാപ്പുഹാജി, സെനറ്റ് ചെയർമാൻ ഇബ്രാഹിം ഹൈത്തമി എടപ്പാൾ, കൺവീനർ TH ദാരിമി, അലവിക്കുട്ടി ഒളവട്ടൂർ, സയ്യിദ് അൻവർ മുതുവല്ലൂർ, T ഹാരിസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. എയർ1 ന്യൂസ് കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, specially for you.